ഗുഡ് മോർണിംഗ്. എല്ലായിടത്തും നല്ല മഴയാണ്. മഴക്കാലം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ. ഇനി ഇന്നും കിടന്ന് മഴയായിരിക്കും. ഇന്ന് കാലത്ത് കുറച്ച് നേരം വൈകി, മഴയൊക്കെ അല്ലേ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു മടികളൊക്കെ ആയിട്ട് എഴുന്നേറ്റപ്പോൾ ഒരു എളുപ്പമാർഗ്ഗമായിട്ട് ഞാനിന്ന് പഴം പുഴുങ്ങാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പഴം പുഴുങ്ങിയത്. അപ്പം ഞാനിന്ന് പഴമാക്കാമെന്ന് വിചാരിച്ചു. മക്കൾക്ക് 3 പേരും ഒരേപോലെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിന്ന് പഴത്തിലേക്ക് തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണ് ഒരു ഇച്ചിരി ഇഷ്ടം കുറവ് പഴം. അപ്പോൾ പഴം ഞാൻ വേഗം പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകി, ചിലവർക്ക് മുറിച്ചിട്ട് വേണം, ചിലവർക്ക് അത് മുഴുവനോടെ വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെ ഞാൻ ആവിക്ക് വെക്കുകയാണ് കേട്ടോ. വേഗം തന്നെ അവിടെ ഞാൻ മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഞാനവിടെ പഴത്തിൻ്റെ ബാക്കി വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അത് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് കാലത്ത് ഈ ചായം പൊട്ടിച്ച മംഗൂസ്റ്റിനാണ് കേട്ടോ. നമ്മുടെ പറമ്പിൽ തന്നെയാണ്, അത്യാവശ്യം കുറച്ചധികം കിട്ടി ഈ പ്രാവശ്യം. അപ്പോൾ ഞാനത് പറിച്ച് വെച്ചത് അങ്ങോട്ട് മാറ്റി വെച്ചു. കാലത്ത് തന്നെ കൊടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒരു 12 മണി 11:30 ആകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്കും അവിടെ പഴം റെഡി ആയിട്ടുണ്ടായിരുന്നു, ആവിക്ക് വെച്ച പഴം റെഡിയായി. ഒപ്പം തന്നെ ഞാൻ ചായ അപ്പുറത്ത് വെക്കാൻ കേട്ടോ. നല്ല പഴുത്ത പഴമായിരുന്നു, അത്യാവശ്യം മീഡിയം ഇതിൽ ഇതായിട്ടുള്ളൂ, പാകമായിട്ടുള്ളൂ. അപ്പുറത്ത് ഞാൻ ചായ വെച്ചു. മക്കൾക്കൊക്കെ ചെറുതായിട്ട് ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചായയിൽ ഇന്ന് എല്ലാ ദിവസവും ഏലക്കായാണ് ഇടുക. ഇന്നൊന്ന് മാറ്റി ഇഞ്ചി ഇട്ടു. അപ്പോൾ അത് ചൂട്ടോടെ കുടിക്കുമ്പോൾ അവർക്കായാലും ഒരു സുഖം കിട്ടുമല്ലോ. അവരാണെങ്കിൽ പാൽ ചായ കുടിക്കുകയും ചെയ്യും കാലത്തെ. അപ്പോൾ ഞാൻ ഇഞ്ചി ഇട്ടിട്ട് ഞാൻ വേഗം ചായ വെക്കുകയാണ് കേട്ടോ. പഞ്ചസാര ഇട്ടു. അപ്പോഴേക്കും ഞാൻ പഴമൊക്കെ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചായ വന്നിട്ട് അതൊക്കെ മക്കൾക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്ത് ഒരേ പ്ലേറ്റിൽ മാറ്റി വെച്ച് കൊടുത്താൽ 3 പേര് തന്നെ എടുത്ത് കഴിച്ചോളും. അപ്പോൾ ആൾ വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. മക്കളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് തല്ലുകൂടും, ഒരാൾ അങ്ങോട്ടും ഉന്തും ഒക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്ന് കരയും. പിന്നെ അവരുടേതായ കളിയിൽ അവരങ്ങനെ നിന്നോളും. 3 പേര് അഡ്ജസ്റ്റായി അങ്ങനെ കളിച്ചോളും. പെട്ടെന്ന് തന്നെ അവർ വന്നിട്ട് കരഞ്ഞിട്ട് വന്നു അപ്പേരെ അടുത്തേക്ക്. അപ്പോൾ പോവാണ് കേട്ടോ ഒരാളെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും എൻ്റെ ചായ തളിച്ചു. ഞാൻ ചായ ആറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. കാലത്ത് എനിക്ക് മസ്റ്റാണ് കേട്ടോ ചായ. ആ ചായ കിട്ടിയ ഏകദേശം ഒരു 11 മണി വരെയൊക്കെ വേറെ ഒന്നും കഴിച്ചില്ലെങ്കിൽ ആ ചായയുമ്പോൾ ഞാൻ നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് പതപ്പിച്ച് നമ്മുടെ ചായക്കടയിലൊക്കെ പോലെ നന്നായിട്ട് അരിച്ചെടുത്ത് ഒഴിക്കും കേട്ടോ. ഒഴിച്ച് വെച്ച് ഞാനത് കുടിക്കാറുണ്ട്. പിന്നെ ബാക്കി ഒരു പഴം കൂടിയും കട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ച് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഏകദേശം 9:30 ആയി. വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവും. മഴ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇരിക്കുക, ഇനി കഴിക്കണം എന്ന് അവർക്കറിയാം. ഞങ്ങൾ നിലത്തിരുന്നിട്ട് തന്നെയാട്ടോ കഴിക്കുക. അപ്പോൾ അവിടെ തന്നെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചായ തട്ടിപ്പോവും, ചിലപ്പോൾ നിലത്ത് പോവും, പഴമൊക്കെ നമ്മൾ കഴിക്കുന്നതൊക്കെ പോവും. അപ്പോൾ നിലത്താണ് ഇരിക്കാറ്. അങ്ങനെ ഞാൻ പഴമൊക്കെ കട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ട് ഞാൻ നേരെ ചായ എടുത്തിട്ട് അവിടെ പുറത്തേക്കൊന്ന് ഇറങ്ങി. പുറത്തിറങ്ങിയിട്ട് മഴയ്ക്ക് കുറച്ചൊരു ശാന്തത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഞാൻ നോക്കുകയാണ് കേട്ടോ, എന്താന്നൊക്കെ. അപ്പോൾ വാഴയൊക്കെ നിൽക്കുന്നുണ്ട്. അതിലൊരു വാഴ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ 10 മണിപ്പൂവിൽ ഇന്ന് ഒരു കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ, പിങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി കളറൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലോട്ട് പോയി. അവിടെ വഴുതനങ്ങി വെണ്ടക്കായൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ മറിഞ്ഞ് വീണോ എന്താണെന്നറിയില്ല, നിർത്താതെ വീണ മഴയല്ലേ. അപ്പോൾ നോക്കിയപ്പോൾ വെണ്ടക്കായമേ കണ്ടോ ഒരു കുഞ്ഞു വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. എല്ലാ വെണ്ടക്കായും ഇങ്ങനെ കുഞ്ഞു ഇത് ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ വഴുതനങ്ങി പൂവിട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം കൊഴിഞ്ഞു പോയി, പിന്നെ ഒരെണ്ണം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. വഴുതനങ്ങി ഉണ്ടായിട്ടില്ല, ഇനി എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ചെടികളൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് മഴയിൽ. അങ്ങനെ ഞാൻ മക്കൾക്ക് വേഗം ചൂടൊക്കെ അറിയപ്പോൾ വേഗം ഞാനത് എടുത്തു കൊടുത്തിട്ട് വന്നപ്പോൾ എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. കുഞ്ഞിലേ മുതൽ അവരെ തന്നെ ശീലിപ്പിക്കുന്നത് കൊണ്ട് ആർക്കും വാരി കൊടുക്കാനോ ഒന്നും നിൽക്കണ്ട. അവർക്ക് പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ അവരത് കഴിക്കും. നമ്മൾ വാരി കൊടുത്താൽ അവരത് കഴിക്കില്ല. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പഴം. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നിലത്ത് പോവും, പിന്നെ ഡ്രസ്സുമൊക്കെ കുറച്ചാവും നമ്മൾ കൊടുക്കണം. അല്ലാതെ ഒരു ബുദ്ധിമുട്ട് അവർക്കില്ല. അവർ അവരുടേതായ രീതിയിൽ അവർ കഴിക്കും. നമ്മുടെ പോലെ തന്നെ അവർ ചെറുതിലേ തൊട്ട് നമ്മൾ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ആ ശീലം അവരത് മാറ്റില്ല. അവർക്ക് അതാണ് ഇഷ്ടം. എൻ്റെ ചെറിയ മോൾക്ക് 1 വയസ്സുള്ളൂ, ആൾക്കും പ്ലേറ്റിലിട്ടിട്ട് തന്നെയാണ് കൊടുക്കണത് കേട്ടോ. അടിച്ചു വരാൻ പോകുന്നു. എൻ്റെ കൂടെ ഏറ്റവും ചെറിയ മോളാണ് കേട്ടോ എൻ്റെ കൂടെ വന്നേക്കണേ. അപ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് അടിച്ചു വരാൻ ഹെൽപ്പ് ചെയ്യാണ്. ഇങ്ങോട്ട് നീങ്ങി നിൽക്കാം, അങ്ങോട്ട് വീഴും, ബാക്കിക്ക് ഇറങ്ങിക്ക്.
നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രായമാണ് കേട്ടോ അത്. നമ്മൾ എന്ത് കാണിക്കുന്നോ അത് അവർ നമ്മളെ നോക്കി കണ്ട് നമ്മളങ്ങോട്ട് മാറുമ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ നോക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചു വാരണ കണ്ടു, വേഗം തന്നെ എൻ്റെ ചൂലെടുത്ത് അടിച്ചു വാരാൻ നോക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് മക്കളൊക്കെ കളിക്കുകയായിരുന്നു. കളിക്കുന്ന ഇടയിൽ നമ്മുടെ ഫാൻ ഒടിഞ്ഞു പോയ, ആകെ പഞ്ചറായൊരു ഫാൻ കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ആളത് ഞെക്കി നോക്കിയപ്പോൾ അത് കറങ്ങുന്നുണ്ട്. ആൾക്ക് ഒത്തിരി സന്തോഷമായി. 2.5 വയസ്സുള്ളൂ. പക്ഷേ ആളത് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കറങ്ങണ എന്നെ വിളിച്ച് കാണിച്ചു തരട്ടെ അമ്മ, ഞാനിത് ചെയ്തപ്പോൾ ഇത് ശരിയായി എന്ന് പറയാണ്. ഒരു 5-6 ഡ്രസ്സ് അതിൽ ഇട്ടിട്ടുണ്ട് മേത്ത്. അത് അവരുടേതായ കളികളിൽ അവർ കളിക്കുമ്പോൾ അങ്ങനെ ചെയ്യണതാണ് കേട്ടോ. അത് കഴിഞ്ഞ് 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കപ്പയും കട്ടൻ ചായയും വെച്ചു കേട്ടോ. മഴയൊക്കെ അല്ലേ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ കപ്പയും കട്ടൻ ചായയും മക്കൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കഴിച്ചു. അവർ ഒരു പീസൊക്കെ കഴിച്ചുള്ളൂ. ചായ കുടിച്ച് അവർ എഴുന്നേറ്റ് പോയി. മഴയൊക്കെയല്ലേ, എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.